മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. മോൻസണുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും 10 ലക്ഷം രൂപ മോൻസണിൽ നിന്ന് സുധാകരൻ കൈപ്പറ്റിയെന്നുമാണ് കുറ്റപത്രത്തിലെ പരാമർശം. ഡിജിറ്റൽ തെളിവ് സഹിതമാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. കേസിൽ കോൺഗ്രസ് നേതാവ് എബിൻ എബ്രഹാം മൂന്നാം പ്രതിയാണ്. പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രതിപക്ഷത്തെ. അതിൻ്റെ അപ്പുറമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടല്ലോ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ആദ്യം നടന്നത്. രഹസ്യമായി മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നത്. അത് കോടതി തടഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തെ പ്രതിയാക്കുകയാണ്. ഞങ്ങൾ കോടതി കണ്ടോളാം, നിയമപരമായി നേരിട്ടോളാം. അദ്ദേഹത്തിന് അതൊരു പങ്കുമില്ലെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഗൂഢാലോചന, അദ്ദേഹത്തെ പ്രതിയാക്കിയതിലാണ് ഗൂഢാലോചനയുള്ളത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കണമെന്ന് പരാതിക്കാരൻ MT ഷമീർ ആവശ്യപ്പെട്ടു. കെ സുധാകരനെ പ്രതിയാക്കിയത് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതിന്റെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കേസ് നിയമപരമായി നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റപത്രമാണ്, ഒരു കേസാണ്. അതിലെ കുറ്റപത്രത്തിലാണ് ഇപ്പോൾ കെ സുധാകരൻ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് ഈ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം എത്തിയിരിക്കുന്നത്. മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ നേരത്തെ തന്നെ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയതാണ്. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. പക്ഷേ അതിലിപ്പോൾ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വരുന്നത്. വഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കെ സുധാകരനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. മോൻസൺ മാവുങ്കൽ വ്യാജ ഡോക്ടറാണെന്നറിഞ്ഞിട്ടും മറച്ചുവെച്ചു എന്നുള്ളതും തട്ടിപ്പിന് വേണ്ടി സുധാകരൻ ഗൂഢാലോചന നടത്തി എന്നുമാണ് ക്രൈംബ്രാഞ്ച് DYSP R റസ്തം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. 25 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിൽ കെ സുധാകരൻ 10 ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ള കാര്യവും ഈ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 420, 406, 120B വകുപ്പുകൾ ചുമത്തിയാണ് ഈ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതും. അതായത്